പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഇതേ വിഷയത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പ്രേക്ഷകരെ നമ്മൾ പോകുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ പ്രമുഖ സംവിധായകർക്ക് ലഹരി എത്തിച്ച ഇടനിലക്കാരനും ഷാലിഫിന്റെ സുഹൃത്തും ഒളിവിൽ. ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇവർക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. സുഹൃത്ത് വഴി ഇടനിലക്കാരനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് ഷാരിഫ് നേരത്തെ മൊഴി നൽകിയിരുന്നു. എസ് ശരൺ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ശരൺ, ഈ ഇടനിലക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആർക്കൊക്കെ ഇങ്ങനെ ലഹരി എത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ ധാരണയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തണമെങ്കിൽ ഇടനിലക്കാരനെ കിട്ടിയേ തീരൂ. നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോയൊക്കെ പിടിയിലായ സാഹചര്യത്തിൽ നൽകിയ മൊഴി വമ്പന്മാർ വേറെയുണ്ട് സാറേ എന്നുള്ളതാണ്. ആ വമ്പന്മാരിലേക്കൊക്കെ അന്വേഷണം എത്തണമല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ആ വമ്പന്മാർ? ആർക്കൊക്കെയാണ് ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? ലഹരി എത്തിച്ചു കൊടുക്കുന്ന വമ്പൻ സംഘങ്ങൾ ആരൊക്കെയാണ്? ഏതൊക്കെ ഇടനിലക്കാർ അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇവർ എവിടെയെന്നറിയണം. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്? ശരൺ. റോഷ്നി, എന്തായാലും ചെറിയ മീനുകളിലേക്ക് മാത്രമല്ല വലിയ മീനുകളിലേക്കും എത്താൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും ഇടനിലക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. ഇന്നലെ രാത്രി ഇത്തരത്തിൽ പരിശോധന നടത്തി ഇന്ന് പുലർച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ, അതായത് രണ്ട് പ്രമുഖ സംവിധായകരും ഒപ്പം തന്നെ സുഹൃത്തായ ഷാലിഫുമാണ് കസ്റ്റഡിയിലായിരുന്നത്. അപ്പോൾ ഷാലിഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു മൊഴി എക്സൈസിന് ലഭിച്ചിരുന്നത്. ഷാലിഫ് പ്രധാനമായും പറഞ്ഞിരുന്നത്, ഈ സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവ് ആവശ്യപ്പെട്ടപ്പോൾ, ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ ഒരു സുഹൃത്തിനെ ബന്ധപ്പെട്ടു. ആ സുഹൃത്ത് മുഖാന്തരമാണ് പിന്നീട് ഈ ഇടനിലക്കാരനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇടനിലക്കാരൻ ഹൈബ്രിഡ് കഞ്ചാവ് നേരിട്ട് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനകം തന്നെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം കൂടുതൽ വ്യാപ്തിയുള്ളൊരു കേസ് ആണെന്നുള്ളതാണ് എക്സൈസ് ഇതിനെ കാണുന്നത്. ഇതിൽ പ്രധാനമായും ഇടനിലക്കാരൻ വഴി സോഴ്സ്, അതായത് കഞ്ചാവിന്റെ സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് എക്സൈസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇടനിലക്കാരനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ സുഹൃത്ത്, ഈ ഷാലിഫിന്റെ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു സംഘം തന്നെ ഈ സിനിമാ മേഖലയിലേക്ക് കഞ്ചാവ് എത്തിക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു മറ്റു ചിലരാണോ എന്നുള്ളതിലൊക്കെ വ്യക്തത വരുത്താനാണ് എക്സൈസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പരിശോധനകൾ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് തുടരുമ്പോൾ തന്നെ എക്സൈസ് നിലവിൽ അറിയിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളതാണ്. ഇടനിലക്കാരൻ്റെയും ഒപ്പം തന്നെ ഷാലിഫിൻ്റെയും സുഹൃത്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. രാവിലെ മുതൽ തന്നെ രണ്ടുപേരുടെയും ഫോണിലേക്ക് എക്സൈസ് മാറി തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ലഭിക്കുന്നില്ല. അതോടുകൂടി ഇവർ ഒളിവിലാണെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എക്സൈസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ല കേന്ദ്രീകരിച്ചുള്ള, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുള്ള വലിയ പരിശോധനകളിലേക്ക്, വ്യാപകമായ തിരച്ചിലേക്ക് ഇപ്പോൾ എക്സൈസ് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് എക്സൈസ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള വ്യാപകമായ തെരച്ചിലേക്ക് കൂടി എക്സൈസ് കടന്നിരിക്കുന്നത്. ശരൺ, ഇനിയിപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ചോദ്യം ചെയ്യൽ, ഈ രണ്ട് സംവിധായകരെ ചോദ്യം ചെയ്യൽ, ഒപ്പം ഈ ഇടനിലക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് കടക്കൽ, അതിനൊപ്പം തന്നെ ഇവരിൽ നിന്ന് മറ്റാരെങ്കിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, സിനിമയ്ക്കകത്ത് തന്നെ ഇവരുമായി ബന്ധമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരിലേക്കൊക്കെ അന്വേഷണം നീളാനോ അങ്ങനെ വല്ല സാധ്യതകളും കാണുന്നുണ്ടോ? റോഷ്നി, തീർച്ചയായിട്ടും രണ്ട് നിലയിലുള്ള അന്വേഷണമാണ് എക്സൈസ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഇടനിലക്കാരൻ വഴി സോഴ്സിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമിടുമ്പോൾ തന്നെയാണ് ഈ മുറിയിൽ ആരൊക്കെയാണ്, അതായത് രണ്ട് പ്രമുഖ സംവിധായകർ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചതിന് അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മുറിയിലേക്ക് മറ്റ് ചില ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു എന്നുള്ള ഒരു വിവരമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ, സമീർ താഹിറിന്റെ ഉടമസ്ഥ ഫ്ലാറ്റാണ്, അപ്പോൾ ഇയാളുടെ അറിവ് ഇല്ലാതെ ഇത്തരത്തിൽ ആളുകൾ എത്തില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എക്സൈസ് ഉള്ളത്. അപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ആളുകളിലേക്ക് കൂടി, ചലച്ചിത്ര മേഖലയിലുള്ള മറ്റേ ഏതൊക്കെ താരങ്ങളാണോ മറ്റേതൊക്കെ സംവിധായകരാണോ അവിടേക്ക് എത്തിയിട്ട് ഉള്ളത് എന്നുള്ള കാര്യത്തിലാണ് ഇനി എക്സൈസിന് വ്യക്തത വരുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഇടനിലക്കാരൻ വഴി സോഴ്സിലേക്ക്, കഞ്ചാവിന്റെ സോഴ്സിലേക്ക് എത്താനുള്ള ശ്രമം കൂടിയാണ് എക്സൈസ് നടത്തുന്നത്. ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കട്ടെ ശരൺ. കൂടുതൽ വിവരങ്ങൾ അതിലൂടെ ശേഖരിക്കാൻ കഴിയും. ഒപ്പം ഇടനിലക്കാരൻ ആരാണ് എന്നുള്ള വിവരങ്ങളിലേക്കും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയട്ടെ.